ഞാൻ പലതവണ വിജിതയോട് പറഞ്ഞു നിന്നെ കാണരുത് സംസാരിക്കരുതെന്നൊക്കെ. പക്ഷേ അവള് കേൾക്കുന്നില്ല. അതുകൊണ്ട് നേരിട്ട് പറയുക, നീ ഇനി എന്റെ വീട്ടിലേക്ക് വരരുത് അവളെ കാണാൻ. ആര് വരുന്നു? എടാ, ഇത്തിരി സമയം കിട്ടിയ അവൾ ആദ്യം വിളിക്കുന്നത് ദീപനെ. 10 തവണ വിളിക്കുമ്പോഴാ അവൻ ഒരു തവണ അങ്ങോട്ട് വരുന്നത്. അതെ അതെ, അവള് ചത്ത് കളയെന്ന് പറയുമ്പോ അങ്ങനെ ഇവൻ വന്നില്ലെങ്കിൽ അവള് ചാവേണ്ട കാര്യം എന്താ? അത് നീ നിന്റെ പെണ്ണിനോട് പോയി ചോദിക്കേ. അവൾക്കും അവളുടെ അമ്മയ്ക്കും ഒക്കെ അത്തരം ശീലങ്ങളുണ്ടാവും. കെട്ടിയവന്മാരെക്കാളും അവർക്ക് പ്രിയം നാട്ടിലുള്ള മറ്റാണുങ്ങളോടായിരിക്കും. അതിനെ ആണുങ്ങളുടെ മേക്കെട്ട് കയറാൻ നടക്കില്ല വേണ്ടത്. വീട്ടിലുള്ള പെണ്ണുങ്ങളെ മര്യാദ പഠിപ്പിക്കണം. അവരെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടാവണം. ഇപ്പൊ പറമ്പിൽ കിളക്കാരൊക്കെ തുടങ്ങിയല്ലോ, അതിന്റെ തഴമ്പ് കാണുമല്ലോ കയ്യിൽ. അതേ, കാഴ്ച കാണാനുള്ളതല്ല, ചിലരുടെ കാരണത്ത് പൊട്ടിച്ച് അടങ്ങുന്നു വന്നാ പിന്നെ സംശയിച്ചു നിൽക്കരുത്, അങ്ങ് പൊട്ടിച്ചേക്കണം. ഞാൻ നിന്റെ പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് അവളുടെ പിന്നാലെ നടന്നിട്ടൊന്നുമില്ല. അവള് കണ്ണേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് തവണ വിളിക്കുമ്പോഴാ ഞാൻ അവളെ കാണാൻ വരുന്നത്. ഇനിയിപ്പോ ഞങ്ങള് തമ്മിൽ അതിരുവിട്ട ബന്ധമുണ്ടെന്ന് നീ പറയുകയാണെങ്കിൽ അത് ഞാൻ നിഷേധിക്കുന്നില്ല. നിനക്ക് വേണ്ടിയിട്ട് ചോര നീരാക്കി നിന്റെ ചേട്ടന് കൊള്ളി വെച്ചവനാ നീ. ഞങ്ങള് ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ ചരിത്രങ്ങളൊക്കെ വിശദമായിട്ട് കണ്ണേട്ടൻ എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അന്ന് തൊട്ട് തുടങ്ങിയതാ എനിക്ക് നിന്നോട് തീരാത്ത ദേഷ്യം. അതുകൊണ്ട് തന്നെയാ നിന്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ചത്. അന്യന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ആണത്തോന്നോടാ. നിന്നെപ്പോലെ ആണുങ്ങളുടെ വില കളയാനായിട്ട് നടക്കുന്നവരുടെ ഭാര്യമാര് അന്യ ആണുങ്ങളെ സ്നേഹിച്ചെന്ന് വരും. അത് അവരുടെ കുഴപ്പമല്ല, നിന്റെ കഴിവുകേടാ. ഇവിടെ വന്ന് ദീപനെ വിമർശിക്കാനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല. പിന്നെ നിന്റെ ഭാര്യ ഇവൻ കാണുന്നു, സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിൽ തല്ലി കലിയടക്കാനാണ് വന്നതെങ്കിൽ തല്ലിക്കോ. പക്ഷെ എന്തെങ്കിലും തിരിച്ചു കിട്ടി അതും വാങ്ങിച്ചോണ്ടങ്ങ് പോയിക്കോണം. ഡോക്ടർ പഠിത്തം കഴിഞ്ഞ് വന്നവൻ ഏതായാലും ദീപനെ തല്ലി തോപ്പിക്കാനൊന്നും പറ്റില്ല. പിന്നെ നിന്റെ ഭാര്യയ്ക്ക് അച്ചടക്കം ഉണ്ടാവണമെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ നീ തന്നെ വിചാരിക്കണം. വിജിത അമ്മയാവാൻ പോകുന്നൊരു പെണ്ണ, അവളുടെ പിന്നാലെ ഇവൻ എന്തിനാ നടക്കുന്നത്? അതിനും എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. നിന്റെ ഭാര്യയെ നിനക്കറിയില്ല, പക്ഷെ ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അവൾ ആരാണെന്ന്. ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അവൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി അവനെ വിളിക്കുക. എന്റെ അനിയൻ എന്നെ വെറുത്തപ്പോ ആ സ്ഥാനത്ത് വന്നതാ ദീപൻ. അവനെ എനിക്ക് ഒരു പരിധി വരെ തള്ളി പറയാൻ പറ്റൂ. സ്വന്തം ഏട്ടനായിട്ട് അവൻ എന്നെ കാണുന്നത്. വിജിതയായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറയണം, അല്ലെങ്കിൽ ദീപന്റെ തോളിലിരിക്കും വിജിത. അവൻ ഉണ്ണിയെ പോലല്ലോ. അവനെ അത്ര പെട്ടെന്ന് ഭരിക്കാനൊന്നും അവർക്ക് പറ്റില്ല. ഹലോ, ഞാനിപ്പോ വരാം. ആരെ കണ്ണേട്ടാ? അരുണ്ട് അപ്പച്ചയാ. അവർക്ക് എന്നെ ഒന്ന് ഉടനെ കാണണമെന്ന്. എടാ, നീയും അവരും തമ്മിൽ എന്താടാ ഏർപ്പാട്? കാർത്തൂന്റെ പിറന്നാളിന് പോലും നീ കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിടുമായിരുന്നു. അവർക്കൊപ്പം ആ പിറന്നാൾ ആഘോഷിക്കണ്ടേന്നും പറഞ്ഞു. അതെന്താടാ അങ്ങനെ? നീ കാർത്തൂന്റെ അച്ഛനും ചേട്ടനും അമ്മയും ഒക്കെ ആണെന്നാണല്ലോ പറയുന്നേ. എന്നിട്ടിപ്പോ അമ്മയുടെ അവകാശം അവർക്ക് കൊടുത്തോ? കാർത്തൂനെ കാട്ടിക്കൊണ്ടിട്ട് അവരാണോന്ന് ഞാൻ എത്രയോ തവണ ചോദിച്ചു. കാർത്തൂനോട് തന്നെ ചോദിച്ചു. ഇനി അവരോടെ അത് ചോദിക്കാനുള്ളൂ. അവരോട് ചോദിക്കൊന്നും വേണ്ട. അതെന്താ ചോദിച്ചാല്? ഇല്ലാത്ത കാര്യം എന്തിനാ ചോദിക്കുന്നേ? കാർത്തു അവരുടെ മോളാണെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവരൊരു മോശ സ്ത്രീയാണെന്നില്ലേ? അത് അവർക്ക് വേറുണ്ടാവില്ലേ? എന്നാ പിന്നെ നിനക്ക് സത്യം അങ്ങോട്ട് പറഞ്ഞുകൂടെ? എന്ത് സത്യം? കാർത്തൂന്റെ അമ്മ അവരാണെന്ന്. ഈ അമ്മയ്ക്ക് എന്താ പവിത്രേ? അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കുണ്ട് ചില സംശയങ്ങളൊക്കെ. ഞങ്ങളൊക്കെ പൊട്ടികളാണെന്ന് അവന്റെ വിചാരം. എടാ, ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ മനുഷ്യന്മാര് സംശയിച്ചു പോകും. എന്നാ സംശയിക്കണ്ട. നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. കാർത്തൂനെ അരുണ്ട് അപ്പച്ചയും തമ്മിൽ അടുപ്പിച്ചത് ദൈവങ്ങളാ. എങ്കിലും സ്വന്തം മക്കളെ മാറ്റി നിർത്തിയിട്ട് കെട്ടിക്കൊണ്ട് വന്ന പെൺപിള്ളേരെ സ്നേഹിക്കണോന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. മക്കളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചത് വരും. ഇവിടെ തന്നെ നമ്മളിപ്പോ സംസാരിച്ചല്ലേ. എന്റെ സ്വന്തം അരുണ്ട് അപ്പച്ചിയുടെ കുടുംബം തകർക്കണമെന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അതെല്ലാം അവരോട് പറയായിരുന്നു. അതുപോലെ തന്നെ ശരത് സാറിനെ കാണാനും ശ്രമിക്കായിരുന്നു. അതിനൊന്നും അയാൾ മെനക്കെട്ടില്ലല്ലോ.
അങ്ങനെ ചെയ്യത്തില്ലെന്ന് അയാൾ ഉറപ്പും തന്നിട്ടുണ്ട്. അയാൾക്ക് വേണ്ടത് അയാളുടെ മകളെയാ. അയാളുടെ മകളോ? ഏത് മകൾ അവനുള്ളത്? എന്റെ കാർത്തൂന്റെ നിഴലിൽ പോലും അവനെ കാണിക്കരുത്. അവൻ കാണരുത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അവൻ മോളെ കാണുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിക്കണമെന്ന്. അതിന്റെ പേരിൽ ജയിലിൽ കിടക്കാനും എനിക്ക് മടിയില്ല. എന്നാലും ഇനി എന്നെ തീരെ വേദനയിലേക്ക് തള്ളിവിട്ടിട്ട് അവൻ മാറി നിന്ന് ചിരിക്കരുത്. കണ്ണൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത കോടികൾ ഞാൻ തരാം. എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് തരാം. എന്താ ഈ പറയുന്നത്? പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങളുടെയൊക്കെ മനസ്സമാധാനത്തിന് വേണ്ടി ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ലാം. അതിന് കാലാണ് എനിക്ക് വേണ്ട. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാളെ കൊല്ലുന്നതാണ് പ്രശ്നം. അങ്ങനെ ചെയ്ത പല ഭാഗത്തുനിന്നും ചോദ്യങ്ങളുണ്ടാവും. അവിടെയാണ് ചിലപ്പോ സത്യങ്ങൾ എല്ലാരും അറിയാൻ പോകുന്നത്. പിന്നെ ഞാൻ എന്ത് വേണം കണ്ണാ? അതെ, ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ അരുണിന്റെ അപ്പച്ചിക്കും കുടുംബത്തിനും ഒന്നും സംഭവിക്കില്ല. അയാള് പുറമെ മാന്യത കാണിച്ചിട്ട് അരുണിന്റെ അപ്പച്ചിയുടെ കഴുത്തിറക്കാൻ നോക്കിയാ. ഈ നിമിഷം ഞാൻ വാക്ക് തരാ, അയാൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് മറ്റൊരു കഥ കണ്ടെത്തണം. കാർത്തൂന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞ് ഒരമ്മയെ അങ്ങ് കാട്ടിക്കൊടുത്താ പോരെ? അതിന് നീ ഇങ്ങനെ ആദ്യം എടുക്കണോ കണ്ണ? എടാ, മഞ്ജു സ്വന്തം മകളല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ മാർഗത്തിലൂടെ തന്നെ കാർത്തു മകളാണെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? അതിനൊക്കെ നിസ്സാരമായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അയാളെ പോലെ ഒരു ഡോക്ടർക്ക് DNA ടെസ്റ്റ് ചെയ്യാൻ ഒരു മുടിനാര് മാത്രം മതി. അവൻ പരതി നടക്കാം മകളെ. അരുണിന്റെ അപ്പച്ചിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള കാര്യം അവനറിയാം. അത് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യവും അവൻ ഉറപ്പാ. അങ്ങനെങ്കിൽ ഇനിയുള്ള അവന്റെ ശ്രമം ആ കുഞ്ഞിനെ കണ്ടെത്താൻ തന്നെയാ. ഇതിനിടയിൽ പലരെയും നമ്മൾ ഭയക്കണം. അരുണിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പവിത്രയുടെ ചേച്ചിയെ, അതുപോലെ അവരുടെ ഭർത്താവ് സുശീലിനെ. ഇതൊക്കെ പാഷാണത്തിലെ കൃമികളാ. കണ്ണേട്ട, എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടന്റെ കാർത്തു ഇപ്പൊ എന്റെ ഭാര്യയല്ലേ. എന്റെ തലയ്ക്ക് മേളിലൂടെ അവന് കാർത്തുവിൽ സ്വാധീനം ചെലുത്താൻ പറ്റുമോ? അരുണേ, കാർത്തുവിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അമ്മ മകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അച്ഛനും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്ന് കാർത്തുവിനെ നമുക്ക് അകറ്റി നിർത്താം. എന്നാൽ കാർത്തു അവനാണ് അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ കാർത്തുവിന്റെ സ്വഭാവം. ശത്രുക്കൾക്ക് പോലും കരളും ഹൃദയവും ഒക്കെ ദാനമായി കൊടുക്കാൻ മടിയില്ലാത്ത കൂട്ടത്തിലാ. അങ്ങനെയുള്ളൊരു കൊച്ച് അയാളുടെ അടുത്തേക്ക് പോവാതിരിക്കോ? അച്ഛനെ മറന്നു നിന്നിങ്ങനെ നോക്കാതിരിക്കോ? നമ്മൾ കരുതുന്നതിനേക്കാൾ സങ്കീർണമാണ് കാര്യങ്ങള്. അവനെ ചവിട്ടി കൊല്ലേ നിവൃത്തിയുള്ളൂ. അരുണിന്റെ അപ്പച്ചിയും എന്നോട് ആവശ്യപ്പെട്ടതാ. ആ ആവശ്യം ഒരാളുടെ അടുത്ത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. സാറേ, കണ്ണനിപ്പോ സംസാരിച്ചതൊക്കെ കേട്ടല്ലോ. ഞങ്ങള് പാടത്ത് പണിയെടുക്കുമ്പോ കാർത്തൂനെ തോളത്തിരുത്തിയിട്ട് അവൻ പറയാറുണ്ട്, ഇതെന്റെ മോളാടാ, ഞാൻ അവളുടെ ചേട്ടനല്ല അച്ഛനാണെന്ന്. അതുകൊണ്ട് ഇനി അച്ഛന്റെ സ്ഥാനത്തൊരാൾ വരാൻ അവൻ സമ്മതിക്കില്ല. കളിച്ച് കളിച്ച് ജീവൻ ഒരുപാട് അങ്ങ് സാമർത്ഥ്യം കാണിച്ച മിക്കവാറും കണ്ണൻ അവനെ വെട്ടിക്കൊല്ലും. ഉണ്ണേട്ടിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഉണ്ണേട്ടിന്റെ പേരിൽ വഴിപാടും കഴിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്നോടങ്ങനെ പറയുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഉണ്ണേട്ടിന്റെ പിണക്കൊക്കെ മാറി കണ്ണേട്ടനെയും ഞങ്ങളെയൊക്കെ സ്നേഹിച്ചു തുടങ്ങണേന്ന്. എത്രയൊക്കെ വേദനിപ്പിച്ചാലും കാർത്തുവിന്റെ മനസ്സതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ചെറിയൊരു സഹായം കാർത്തു ചെയ്തു തരണം. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തു നിന്നത്. എന്താ ഉണ്ണിയേട്ടാ? ആ ദീപനെ അറിയില്ലേ? അവനെപ്പറ്റി പല കഥകളും പ്രചരിക്കുന്നുണ്ട്. വിജിതയെ ചേർത്താണ് ഓരോരുത്തർ ഓരോന്നും പറയുന്നത്. അവൾക്ക് അവനെ ഇഷ്ടമാണെന്നറിയാം. എങ്കിലും എന്റെ ഒരു കുഞ്ഞിപ്പോ വിജിതയുടെ വയറ്റിലുണ്ട്. ആ കുഞ്ഞിനു വേണ്ടി ഇനി അവളെ ഞാൻ സഹിച്ചേ പറ്റൂ. എന്തിനാ വന്നത്? നിന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചോ?
എന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ തന്നെ എനിക്ക് വന്നൂടെ? അല്ല, ആണ്ടിനും സംക്രാന്തിക്കൊക്കെ വരുന്ന അനിയനല്ലേ, അതുകൊണ്ടാ ചേച്ചി അങ്ങനെ ചോദിച്ചേ. ഞാൻ നിങ്ങളൊക്കെ കാണാനുള്ള കൊതി കൊണ്ടൊന്നല്ല വന്നത്, ആരെയും സ്നേഹിക്കാനോ അല്ല. എനിക്ക് ജീവേട്ടനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, കണ്ടിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. നീയൊക്കെ കൂടെയാണോ അങ്ങേരെ മാറ്റിയെടുക്കുന്നത്? ഇപ്പൊ എന്തോ ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ജയിൽ പുള്ളിയായ നീയാണോ അങ്ങേരുടെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ആയിരിക്കും, ഉറപ്പല്ലേ? അതെ, ഞങ്ങള് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കേറി നീ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ഏട്ടനെ ഏട്ടത്തേക്ക് സേവിക്കാനാ വന്നെങ്കിൽ നീ ആ പണിയെങ്കിൽ ചെയ്താൽ മതി. ആരെങ്കിലും വീടിനകത്തോട്ട് വരുമ്പോ അവരോട് വീട്ടുകാരെ പോലെ സംസാരിക്കണ്ട, മനസ്സിലാടാ? എന്റെ വീട്ടിലാണ് സുമിത്ര നിൽക്കുന്നത്. ഇവന് നിന്നെക്കാളും സ്വാതന്ത്ര്യമുണ്ട് ഈ വീട്ടില്. അതുകൊണ്ട് ഇവിടെ വരുന്നവരോട് ഞങ്ങളെ പോലെ തന്നെ സുമിത്രൻ സംസാരിച്ചു എന്ന് വരും. അതിഷ്ടമല്ലെങ്കിൽ നീ ഇനി ഇങ്ങോട്ട് വരരുത്. ഏട്ടത്തി സംസാരിക്കുന്ന പോലെ ഇവനും സംസാരിച്ചു തുടങ്ങിയ ഇവന്റെ ഇങ്ങോട്ടുള്ള വരവ് ഞാൻ അങ്ങ് നിർത്തും. കാല് തല്ലി ഓടിച്ചാ ഇഴഞ്ഞെന്തായാലും ഇവൻ വരത്തില്ലല്ലോ. ജീവേട്ടൻ ഇവിടെ ഇല്ല, നീ നിന്റെ പാടോക്കി പോ. എന്തായാലും അങ്ങനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വീട്ടിനകത്തിരിക്കാൻ അനുവാദമില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ ഗേറ്റിന് പുറത്തുണ്ടാവും. നീ എപ്പോ വന്നു മോനെ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അകന്നു നിന്നവരൊക്കെ ഒന്നിക്കുവാ അല്ലേ? അകന്നു നിൽക്കാൻ ഇവൻ അനിയനൊന്നുമല്ല, എന്റെ അനിയനാ. എന്നു മുതല്? ഇവൻ ജയിലിൽ കിടന്നപ്പോ ഇങ്ങനെ ഒരു അനിയൻ നിങ്ങൾക്ക് ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇവൻ നിങ്ങൾക്കൊരു അപമാനമായിരുന്നില്ലേ? സഹോദരങ്ങൾ തെറ്റ് ചെയ്യുമ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരും. എങ്കിലും രക്തബന്ധത്തെ ആർക്കും അധികം നാൾ അങ്ങനെ തള്ളിപ്പറയാൻ പറ്റില്ല. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതെ, അങ്ങനെ തന്നെയാ പോക്ക്. നീ എന്തിനാ മോനെ വന്നത്? എനിക്ക് ഏട്ടനോട് മാത്രമായിട്ട് ചിലത് പറയാനുണ്ട്. നമുക്ക് പുറത്തുനിന്ന് സംസാരിച്ചാലോ? നമ്മള് കേട്ട് കഴിഞ്ഞാ ചെവി പഴുക്കുന്ന എന്തോ കാര്യങ്ങളാ പറയാൻ പോകുന്നേ. നിന്റെ ചെവി ഞാൻ പഴുപ്പിച്ചു തരാം, കേട്ടോ? ഭീഷണിയൊന്നും ഇവിടെ വേണ്ട, കേട്ടോ? നീ വാ, നമുക്ക് പുറത്തേക്കാം. അവൻ ഗുണ്ടയാണല്ലേ ചേച്ചി? എന്ന് കരുതി അവനെ നമ്മൾ ഭയക്കേണ്ട കാര്യമുണ്ടോ? ജയിലിലൊക്കെ കിടന്നതാ, തല്ലിയും കൊന്നൊക്കെ അറപ്പ് മാറിക്കാണില്ലേ. ഞാൻ ഏതായാലും ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. ചേച്ചി വാ, ഇവരുടെയൊക്കെ സംസാരം കേട്ടാലേ നമ്മുടെ മനസ്സും കൂടെ ചൂട് പിടിക്കുള്ളൂ. നീ വന്നെന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ മോനെ. നിങ്ങൾ എന്നെ മോനെന്നൊന്നും വിളിക്കണ്ട, എന്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നാ മതി. അരുൺ സാറിന്റെ അപ്പച്ചയ്ക്ക് ഏട്ടനോട് എന്താ ഇത്രയും ദേഷ്യം? അവരുടെ മകളെ ചികിത്സിക്കുന്നത് ഞാനാ, മഞ്ജുവിനെ. ഓ, അതാണോ അവർക്ക് ഏട്ടനോടുള്ള ദേഷ്യം? എന്റെ അടുത്ത് വന്ന ശേഷമാണ് മഞ്ജുവിന്റെ ആഗ്രഹം നടന്നത്. ഉടനെ ആ കുട്ടി അമ്മയാവും. അതിന്റെ ഒരു സ്നേഹമുണ്ട് മഞ്ജുവിനും അതിന്റെ ഹസ്ബൻഡിനും. അതൊരു പക്ഷേ ദേവയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആ, അതെന്താ അവർക്ക് ഇഷ്ടപ്പെടാത്തത്? ഏട്ടൻ ചെയ്തൊരു നല്ല കാര്യമല്ലേ? അവർക്കൊരു പേരക്കുട്ടി ജനിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? നിനക്കെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് കണ്ണനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. നിനക്കിപ്പോ എന്നെക്കാളും പ്രിയപ്പെട്ടവൻ കണ്ണനാണ്. അപ്പൊ അയാളൊരു പക്ഷേ നിനക്കുള്ള മറുപടി തന്നേ. അവന്റെ ഏട്ടന്റെ കൊട്ടേഷനെ ഞാൻ അവനെ കൊടുത്തേ.
എന്താടാ, ഞാൻ പറഞ്ഞ കൊട്ടേഷൻ നീ ഏറ്റെടുത്തോ? അങ്ങനെ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കാൻ പറയുമ്പോ അതിന്റെ റിസ്ക് കണ്ണേട്ടന് അറിയാലോ. അതുകൊണ്ട് ഞാൻ ജീവേട്ടനടുക്കെ പോയി കാര്യം പറഞ്ഞു. ആ സമയത്ത് ജീവേട്ടൻ എന്നോടൊരു കാര്യം വെളിപ്പെടുത്തി. എന്റെ ഏട്ടന് വിവാഹത്തിന് മുമ്പ് സ്നേഹിച്ച പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നത്. ആ കുഞ്ഞിനെ കണ്ണേട്ടൻ അറിയാമെന്നും പറഞ്ഞു. കണ്ണേട്ടന് മാത്രമല്ല, ഒരുപക്ഷെ അരുൺ സാറിന്റെ അപ്പച്ചിക്കും അതറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ അവരിങ്ങനൊരു കൊട്ടേഷൻ തന്നത്. നീ അതിര് കിടന്നൊന്നും ചിന്തിക്കണ്ട കണ്ണേട്ടാ. അരുൺ സാറിന്റെ അപ്പച്ചിക്ക് അറിയാവുന്ന ഏതോ ഒരു സ്ത്രീയെയാ എന്റെ ഏട്ടൻ സ്നേഹിച്ചത്. അതുകൊണ്ടാവണം ഏട്ടനെ കൊല്ലാൻ അവർ കൊട്ടേഷൻ തന്നത്. ആ, നീ പറഞ്ഞത് നേരാ. അരുൺ അപ്പച്ചിക്ക് അറിയാവുന്നൊരു പെണ്ണിനെയാ നിന്റെ ഏട്ടൻ ചതിച്ചത്. അതുകൊണ്ട് അവർക്ക് ജീവനോട് തീർത്താ തീരാത്ത പകയാ. അതേ പറ്റിയൊന്നും ഇനി ഞാൻ ചോദിക്കുന്നില്ല. കണ്ണേട്ടാ, എനിക്കറിയേണ്ടത് എന്റെ ഏട്ടന് ആ സ്ത്രീയിൽ ജനിച്ച മകളെ പറ്റിയ. ആ മകളെ കണ്ണേട്ടൻ അറിയാം. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ ചെറിയച്ഛനാണ് ഞാൻ. അപ്പൊ എന്നോട് സത്യങ്ങൾ പറയണ്ടേ? നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കണ്ണേട്ടൻ അറിയാമെങ്കിൽ ഞാനോ മോളെ പറ്റി അറിയണ്ടേ? എനിക്ക് ആ മോളെ സ്നേഹിക്കാനുള്ള അവകാശമില്ലേ? നീ വെറുതെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് നിന്റെ ഏട്ടന്റെ കഥകളൊക്കെ അറിയാം. പക്ഷെ അയാളുടെ മോളെ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. എന്തിനാ കണ്ണേട്ട വെറുതെ കള്ളം പറയുന്നത്? കണ്ണേട്ടന് എല്ലാം അറിയാവുന്നതാണല്ലോ ജീവേട്ടൻ പറഞ്ഞത്. അയാൾ അതല്ല, അതിനപ്പുറം പറയും. എടാ, നിന്റെ ഏട്ടനൊരു വൃത്തികെട്ടവനാ. അയാളെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. പിന്നെ നീയോട്ട് രക്തബന്ധം ഉള്ളതുകൊണ്ടാ ഞങ്ങള് കൂടുതലൊന്നും ചെയ്യാത്തത്. എന്റെ ഏട്ടൻ തെറ്റുകാരനാണെങ്കിൽ നിങ്ങൾ പോയി കൊന്നോ, എനിക്കതിൽ ഒരു പരാതിയുമില്ല. പക്ഷേ നമ്മൾ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ കഥകൾ മുഴുവൻ അറിയണം. ജീവേട്ടൻ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞ് എനിക്കറിയാം. അതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിട്ട് കുറെ നാളെ ഏട്ടൻ താടി മുടിയൊക്കെ വളർത്തി നടന്നിരുന്നു. ഏട്ടൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ചതിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. കണ്ടോ, ഏട്ടനാണ് പ്രതിന്ന് കണ്ടപ്പോ അവന്റെ സംസാരത്തിലെ ശൈലി മാറിയതുണ്ടോ? അതാണ് ഈ രക്തബന്ധത്തിന്റെ ഒരു കുഴപ്പം. ഇത് രക്തബന്ധം കൊണ്ടൊന്നും പറയുന്നതല്ല, എനിക്കെന്റെ ഏട്ടനെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു പോയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ കണ്ണേട്ടാ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ആരാണ് ആ പെൺകുട്ടി? അതെന്റെ നാവിന്ന് നീ അറിയില്ല. ശരി, എന്നാ ഞാൻ അറിയേണ്ട ഒരു നാവിന്ന് തന്നെ അറിഞ്ഞോളാം. കാർത്തു. കാർത്തുവാണോ ആ പെൺകുട്ടി? കാർത്തുവിനെ കാട്ടിൽ നിന്ന് കിട്ടിയതാണ് കണ്ണേട്ടന്. കാർത്തു അനാഥയാണ്. അപ്പോ അവൾക്കൊരു അച്ഛനും അമ്മയും ഉണ്ടാവണം. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, കാർത്തുവാണോ ആ പെൺകുട്ടിയെന്ന്. ഇതുപോലെ കാർത്തൂന്റെ പേരൊന്നും നീ നിന്റെ ഏട്ടനോട് പറയരുത്. ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ നാവിൽ നിന്ന് അത് പുറത്തു വരില്ല. പക്ഷെ ഞാൻ കേട്ടത് സത്യമാണോ അല്ലയോ എന്ന് കണ്ണേട്ടൻ എന്നോട് പറയണം. അത് കുറച്ചൊക്കെ സത്യമുണ്ട്. നന്ദി പറയണമല്ലോ. എടാ, ഒന്നും ആരുടെയും കുഴപ്പമല്ല. ഞാൻ എന്റെ പത്രാസ് കാട്ടി നിന്നെ വിളിച്ചപ്പോ നിനക്കെല്ലാം തന്ന് നിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് ചേട്ടനെ തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം ചേർന്നത് നിന്റെ തെറ്റ്. എടാ, പണം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലടാ. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവനാണ് ഞാൻ. ഈ സാധനം ഇല്ലാതെ വന്നാ പിന്നെ ഭാര്യയും ഇല്ല, മോളും ഇല്ല. അതുകൊണ്ട് ഇത് ഒരുപാട് ഉണ്ടാകാത്തതാണ് നല്ലത്. കണ്ണനും പവിത്രയും ഒക്കെ ഇപ്പം മാന്യമായിട്ട് ജീവിക്കുന്ന കണ്ടോ? അവരൊരു തട്ടുകട തുടങ്ങി, അത് വൻ വിജയമായി. എന്തു പണിയും ചെയ്യാൻ മടിയില്ലാത്തവർക്ക് എങ്ങനെയും ജീവിക്കാം. അത് കണ്ട് വെള്ളമിറക്കി നമുക്കും. പിന്നെ നീ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ദീപന്റെ പേരിൽ എന്റെ മോള് ഒരു 3.5 ഏക്കർ പറമ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്.
ഇപ്പോ കണ്ണനും പപ്പനും ഒക്കെ ജോലി ചെയ്യുന്ന ആ പറമ്പ് അത് വിലക്ക് കൊടുത്താണെന്നൊക്കെ അവള് പറയുന്നത്. എങ്കിലും അതിൽ സത്യം ഒന്നും കാണത്തില്ല. നിന്നെ അവള് കെട്ടാൻ വേണ്ടി നിനക്ക് ഞങ്ങളത് സ്ത്രീധനം തന്നതാ. ഒരു ആശുപത്രി കൂടി അതിന് പോലും തന്നു. എന്നാ ഇവിടെ ദീപനൊപ്പം ജീവിക്കാൻ വേണ്ടി അവൾ ആ പറമ്പ് അവന് ഇഷ്ടദാനം കൊടുത്തതാ. അങ്ങനെ ഒരു തോന്നൽ ഇപ്പൊ എനിക്കുണ്ട്. അങ്ങനെ ഇഷ്ടദാനം കൊടുക്കണമെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്നത് ആരുടെ ചോരയായിരിക്കുമെടാ? നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് അത് ഞാൻ ഉറപ്പിക്കില്ല. എനിക്ക് സ്വയം ബോധ്യപ്പെടണം അതിൽ സത്യം ഉണ്ടെന്ന്. എടാ, അങ്ങനെ ബോധ്യപ്പെടാനല്ലയോ നീ കൊണ്ടുപോയി നിന്റെ ശരീരം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. മാമൻ എപ്പോഴാ പുറത്തിറങ്ങുന്നത്? ഇനി കുഞ്ഞവന്റെ എല്ലാം നിറഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടിയാണോ? എന്തിനാ നീ ചോദിച്ചേ? അല്ല, 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങോ? ഉറപ്പൊന്നുമില്ല. സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോ ഉടനെ പുറത്തിറങ്ങാൻ കരണാന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അത്രേ ഉള്ളൂ. ആ, എന്നാ പിന്നെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാണാം. അവൻ പറഞ്ഞതിൽ എന്തോ പന്തുകേടുണ്ടല്ലോ. ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നെ തല്ലിക്കൊല്ലാനോ മറ്റോ ആണോ? അവന്റെ സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഓ, നീ എന്തിനാ മഞ്ജു ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരിക്കൽ പോയപ്പോ ഡോക്ടറുടെ മൂഡ് ശരിയല്ലെന്ന് അനന്തോട്ടം പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെ അവഗണിച്ചതെന്ന് നമ്മൾ കരുതി. എന്നാൽ ഇന്നോ അവിടെ ചെന്നപ്പോ മരുന്നിന് എഴുതി തന്നു. അതിനപ്പുറം ഒരു സംസാരവും ഉണ്ടായില്ല. സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അദ്ദേഹം ഇടയ്ക്ക് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ മക്കളായി കണ്ടു. ഇപ്പൊ ആ സ്വഭാവത്തിൽ മാറ്റം വന്നു. നമ്മളെ ജീവന തുല്യം സ്നേഹിക്കണമെന്ന് പറയാൻ അദ്ദേഹം നമ്മുടെ ആരും അല്ലല്ലോ. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനന്തോട്ടാ. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ആവശ്യം എന്തായിരുന്നു മഞ്ജു? നമുക്കൊരു കുഞ്ഞു വേണമായിരുന്നു. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം നടന്നില്ലേ? ഇനി ഏതായാലും അദ്ദേഹം അവസാനം വരെ നിന്നെ നോക്കാതിരിക്കില്ല. എന്റെ അമ്മയും ഡോക്ടർ ജീവനും തമ്മിൽ എന്താ ബന്ധം? അവര് രണ്ടാളും ഒരേ കോളേജിലാ പഠിച്ചതെന്ന് പറഞ്ഞു. അന്നാണ് അകൽച്ച ഉണ്ടായതെന്നും ഇടയ്ക്ക് സൂചിപ്പിച്ചു. എന്തായിരുന്നു ആ അകൽച്ച? അതേപ്പറ്റി നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? അതിന്റെയൊക്കെ പിന്നാലെ ഇനി നമ്മൾ നടക്കണം മഞ്ജു. എനിക്ക് എന്തൊക്കെയോ സംശയം ഉണ്ട് അനന്തോട്ടാ. എന്റെ അമ്മയും ഈ പറയുന്ന ഡോക്ടർ ജീവനും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പച്ചി അത്രയ്ക്കും തരംതാണ കൂട്ടത്തിലൊന്നും അല്ല. കാർത്തൂനെ കണ്ടപ്പോ ഇത്തിരി മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാ അതിനു മുമ്പുള്ള അപ്പച്ചിയെ ഞങ്ങളെപ്പോലെ തന്നെ നിനക്കും അറിയാലോ. 100% പെർഫെക്റ്റ് ആയിരുന്നു അപ്പച്ചി. അങ്ങനെ പെട്ടെന്ന് ആണുങ്ങളോടൊന്നും അടുത്തിടപഴകുന്ന കൂട്ടത്തിലൊന്നും അവളെ വാഴ്ത്താതെ അവളുടെ കൂടെ പോവാൻ ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ജീവിക്കുന്നെങ്കിൽ എല്ലാവരും മര്യാദയ്ക്ക് നിന്നോണം. ഇതെന്റെ വീടാ. ഇതിനകത്ത് എന്നെ അനുസരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നവര് മതി. അല്ലാത്തവർക്ക് പടികടന്ന് പോവാം. അത് അമ്മയാണെങ്കിലും ഞാൻ വെറുക്കുന്ന ഭർത്താവാണെങ്കിലും ശരി. ഇതൊക്കെ കേട്ടോണ്ട് എന്തിനാ മോനെ നീ ഇവിടെ നിൽക്കുന്നത്? നീ നട്ട ചീനിക്കമ്മിനേക്കാൾ മോശമായി പോയി നിന്റെ ജീവിതം. അഴുകിപ്പോയല്ലോ. ഏതായാലും നീ വെറുത്തിരുന്നവരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത് നല്ല കാര്യം തന്നെയാ. എന്തെങ്കിലും ഒരു അവശത വന്നാ വായിൽ ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ചു തരാൻ അവരൊക്കെ കാണൂ. ഭാര്യമാര് കഞ്ഞിയായി പോയാ അവര് പഴങ്കഞ്ഞി പോലും തരത്തില്ല.
ഇവൻ എന്തെങ്കിലും ചോദ്യങ്ങളായിട്ടായിരിക്കും വരുന്നത്. ആ എന്താണ്, നീ വലിയ സന്തോഷത്തിലാണല്ലോ? പിന്നെ എനിക്ക് സന്തോഷം കാണില്ലേ? അരുൺ വിളിച്ചിരുന്നു. നീ കാർത്തൂന് സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോ? പിന്നെ എന്തേലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഞാൻ കാർത്തൂന്റെ ചെറിയച്ഛനല്ലേ. അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും സംശയ. ഇവിടെ തന്നെ അമ്മയും പവിത്രയൊക്കെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. അതിന്റെ കൂടി നീ ഇതുവരെ ചെയ്യാത്തൊന്നും നീ ചെയ്യരുത്. കാർത്തൂനൊരു സാരി വാങ്ങിച്ചു കൊടുത്ത് ഇത്ര വലിയ തെറ്റായി പോയോ? അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു സത്യം കൂടി എനിക്ക് മനസ്സിലാക്കാനുള്ളൂ. ആരാ കണ്ണട്ടാ കാർത്തൂന്റെ അമ്മ? അതെന്റെ ഏട്ടനോട് ചോദിച്ചാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ? ഇനിയിപ്പോ കാർത്തൂന്റെ അമ്മ അറിഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? അല്ല, കാർത്തൂന്റെ അമ്മ ആരാന്ന് അറിഞ്ഞിരിക്കുന്നില്ല, എന്താ തെറ്റ്? അവര് ജീവനോടെ ഉണ്ടെങ്കിൽ അവരൊന്ന് പോയി കാണാമല്ലോ. അവര് ജീവനോടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കില്ല. എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉരുണ്ടുകൂടുന്നുണ്ട്. ഇനി നീ ആ സംശയത്തിന്റെ പിന്നാലെ ഒന്നും നടക്കണ്ട. നീ കാർത്തൂന്റെ ചെറിയച്ഛനാണ്, അത്രയ്ക്കുള്ള സന്തോഷമൊക്കെ മതി. എന്നാലും കാർത്തൂനെ കാട്ടിലെറിഞ്ഞ് ആരാണെന്നൊന്നും അറിയണ്ട കണ്ണേട്ടാ. തൽക്കാലം അറിയണ്ട. ആഹാ, ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരി കൊടുത്തോണ്ടാണല്ലോ മോള് വരുന്നത്. ഓ, ഇത് നീ വാങ്ങിച്ചു കൊടുത്തണോ? അതെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ മോശം സാരി ഞാൻ കാർത്തൂന് വാങ്ങിച്ചു കൊടുക്കൂ? നോക്കണ്ട, ഇത് ദീപേട്ടൻ വാങ്ങിത്തന്ന സാരി തന്നെയാ. കേട്ടോ കണ്ണേട്ടാ, ദീപേട്ടൻ എന്നോട് സ്നേഹം തോന്നി. സാരി വാങ്ങിത്തരിക മാത്രമല്ല, ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളാൻ. ഇപ്പൊ എനിക്ക് എത്ര ഏട്ടന്മാരെയാ കിട്ടിയിരിക്കുന്നെ. ഞങ്ങള് കണ്ണേട്ടന് തറവാട്ടി പോയിട്ടാ വരുന്നത്. ഇയാൾക്ക് അവിടെ വരെ പോണെന്ന് ഒരേ നിർബന്ധം. ആ ഉണ്ണി കുറച്ച് ലോഹിച്ച് പെരുമാറിയല്ലോ, അതുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ തിടുക്കം. മോൾ എന്തിനാ മോളെ അങ്ങോട്ട് പോന്നേ? ഉണ്ണിയേട്ടന്റെ കാര്യം കഷ്ടമല്ലേ കണ്ണേട്ടാ? സഹതപിക്കാൻ പാടില്ലാത്തവരുടെ സഹതപിക്കുക, അവസാനം അവര് നോവിക്കുകയും ചെയ്യും. അതാണല്ലോ ഇതുവരെയും കണ്ടുവന്നത്. നോവിച്ചവരൊക്കെ പിന്നീട് സ്നേഹിച്ചിട്ടുമുണ്ട്. അതെന്താ കണ്ണേട്ടൻ കാണുന്നില്ലേ? തർക്കത്തിന് ഞാനില്ല. അകത്ത് മോളുടെ ഏട്ടത്തി അമ്മയൊക്കെ ഉണ്ട്. ചെല്ലേ. കാർത്തൂന്റെ ചെറിയച്ഛനാണ് ഇവനെന്ന് അറിഞ്ഞപ്പോ ഇനിയിപ്പോ അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുക, കാർത്തൂന്റെ അമ്മ ആരാണെന്ന്. അതും നിങ്ങൾക്ക് രണ്ടാൾക്കും ഉടനെ പറയേണ്ടി വരും. അത്രയ്ക്ക് എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ബലപ്പെട്ടിട്ടുണ്ട്. എന്ത് സംശയം? അതൊക്കെ ഞാൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചോളാം. ഞാൻ ബുദ്ധിയില്ലാത്തോന്നല്ല. നിങ്ങളൊക്കെ എങ്ങനെയാണോ കഥകൾ അറിഞ്ഞത്, അതുപോലെ മിക്കവാറും ഞാനും എല്ലാം അറിയും. അവൻ ചിന്തിച്ച് അപ്പച്ചയുടെ അരികിൽ എത്തിയെന്ന്. അത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല, ഒരു ജീവനും കൊടുക്കില്ല. അതിനവൻ ശ്രമിച്ച ദീപ, കഴുത്ത് ഞെരിച്ച് നിന്റെ ഏട്ടന്റെ ജീവൻ ഞാൻ എടുക്കും. എന്റെ ഏട്ടന്റെ ഭാഗത്ത് കണ്ണേട്ടൻ ചിന്തിക്കുന്ന പോലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ അയാളെ കൊന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ അന്ന് സംഭവിച്ചതൊക്കെ എനിക്കറിയണം. അത് ഞാൻ അറിയാൻ ശ്രമിക്കും കണ്ണേട്ട. മനുഷ്യന്റെ കാര്യമാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. കാർത്തൂന് ഈ സത്യങ്ങളൊന്നും അറിയില്ല. അമ്മയ്ക്ക് മകളെ അറിയാം, പക്ഷേ മകൾക്ക് അമ്മയെ അറിയില്ല. എന്നാൽ അരുണിന്റെ അപ്പച്ചിയുടെ മുമ്പിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു അമ്മയുടെ വാത്സല്യം എന്റെ കുഞ്ഞ് അറിയുന്നുണ്ട്. പവിത്രയിടത്തേക്ക് ഇതൊക്കെ അറിയാമോ? ഇല്ല, അരുണും പപ്പനും മാത്രമേ അറിയൂ. ഇപ്പൊ നിനക്കും. ഇനി കാർത്തൂന്റെ എല്ലാ സങ്കടത്തിലും സന്തോഷത്തിലും ഞാനുണ്ട് കണ്ണേട്ട. എനിക്ക് കുറെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടപ്പോ അടുത്തൊരു ബന്ധുവിനെ കിട്ടിയല്ലോ. ഞാൻ കാർത്തൂന്റെ ചെറിയച്ഛൻ തന്നെയാ. കണ്ണേട്ട, കണ്ണേട്ടൻ അച്ഛനാണെങ്കിൽ എനിക്ക് അധികാരത്തോടെ പറയാം അങ്ങനെ.
അച്ഛനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? പിന്നെ എങ്ങനെ ഞാൻ നോക്കണം? താണ് വണങ്ങി കാലിൽ തൊട്ട് തൊഴുതിട്ട് തല കുമ്പിട്ട് നിൽക്കണോ? ദേ, നേരും നിറയുമുള്ള കുറച്ച് ഏട്ടന്മാരെ എനിക്ക് കിട്ടിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. അതുകൊണ്ട് കൂടപ്പിറപ്പുകളൊന്നും എനിക്ക് ഇനി ഇല്ലാന്ന് ഞാൻ വിധി എഴുതിയതുവാ. അപ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളില് കുറച്ചെങ്കിലും എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നത് നിങ്ങളോട് മാത്രമാ. എന്നാ അതിപ്പോ പോയി കിട്ടി. എന്റെ ചേച്ചിയേക്കാളും വെറുപ്പാ എനിക്ക് നിങ്ങളോട് പോ. നിന്നോട് കണ്ണ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ലെങ്കിൽ അരുൺ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവരൊന്നും നിങ്ങളെപ്പോലെ വൃത്തികെട്ട മനസ്സുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് മൂടി വെക്കേണ്ടതൊക്കെ മൂടി വെക്കും. പിന്നെ കുറെ നാളായിട്ട് എന്റെ മനസ്സിലൊരു സംശയം നുരഞ്ഞു പൊന്തുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ണേട്ടിനെ അരുൺ സാറിന്റെയൊക്കെ മുന്നിൽ ഭയന്ന് വിറച്ച് നിൽക്കുന്നതെന്ന്. അന്നു തൊട്ട് ഞാൻ ആരോടും പറയാതെ ചിലതൊക്കെ ഇങ്ങനെ ഉള്ളിൽ കൂട്ടി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പോഴേ അതിന്റെ ഉത്തരങ്ങൾ കിട്ടിത്തുടങ്ങി. നിങ്ങൾ ക്രൂരമായി കൊല്ലാതെ കൊന്ന ആ സ്ത്രീ അരുൺ സാറിന്റെ അപ്പച്ചിയാണല്ലേ? ഞാൻ ആരെയും കൊല്ലാതെ കൊന്നിട്ടില്ല. ദേവയ്ക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടായത്? ആണും പെണ്ണും തമ്മിൽ അടുത്താ നമ്മളെക്കാൾ കൂടുതൽ നഷ്ടം അവർക്കാ. സ്നേഹം പരിധി വിട്ടു കഴിഞ്ഞാ ആണിനങ്ങ് മുങ്ങാം. എന്നാ അതിന്റെ അപകടം മുഴുവൻ പിന്നെ പേറേണ്ടി വരുന്നത് നമ്മളെ വിശ്വസിച്ച് നമുക്ക് വേണ്ടിയെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത പാവപ്പെട്ട അരുൺ സാറിന്റെ അപ്പച്ചിയെ പോലുള്ള സ്ത്രീകൾക്കാ. കണ്ണനും അരുണും അറിഞ്ഞത് മാത്രമാണ് നീയും അറിഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം നിനക്കും ഒന്നും അറിയില്ല. എന്റെ ഹൃദയത്തില് ഞാനൊരു സത്യം ഒളിപ്പിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് 10-25 വർഷം കഴിഞ്ഞു. അത് കേൾക്കാൻ ആരും തയ്യാറായില്ല. ഞാൻ ഒട്ടും തയ്യാറല്ല. കണ്ണേട്ടന് അരുൺ സാറിന്റെ അപ്പച്ചി ഒരു കൊട്ടേഷൻ കൊടുത്തു.